പുതുമോടിയോടെ മൂടാടി ഗ്രാമപഞ്ചായത്ത് 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി ഗ്രാമപഞ്ചായത്ത്. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്തിലെ നന്ദിയിൽ വാട്ടർ ATM സ്ഥാപിച്ചത്. പുതിയ ചുവടുവയ്പ്. ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി മനു തുടരും. പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂടാടി ഗ്രാമപഞ്ചായത്ത് നന്ദിയിൽ വാട്ടർ ATM സ്ഥാപിച്ചത്. 1 രൂപ നാണയമിട്ടാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും സാധാരണ വെള്ളവും ഇതിൽ നിന്ന് ലഭിക്കും. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ സ്ഥാപിച്ചത്. നന്ദിയിലെ വഴിയോര വിശ്രമ കേന്ദ്രം, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച ഗ്രാമചന്ത, കുടുംബാരോഗ്യ കേന്ദ്രം, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ് തുടങ്ങി നിരവധി വികസന പദ്ധതികളാണ് ഇടതുപക്ഷം ഭരിക്കുന്ന മൂടാടി ഗ്രാമപഞ്ചായത്ത് ഇതുവരെ നടപ്പിലാക്കിയത്. കൃഷിയെ ബാധിക്കുന്ന കിടബാധയെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ വിള ആരോഗ്യ കേന്ദ്രം എന്ന പദ്ധതിയും നടപ്പിലാക്കി. മൂടാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസന രംഗത്ത് വമ്പിച്ച കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തും വലിയ പുരോഗതി സംഘടിപ്പിക്കാൻ പൊതുജനങ്ങളുടെയും വിവിധ പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ സാധ്യമായിട്ടുണ്ട്. 25 വർഷമായി തരിശായി കിടന്ന ചാക്കര പാടശേഖരത്ത് കതിരണിച്ചതും മൂടാടി ഗ്രാമപഞ്ചായത്താണ്. അകലാപ്പുഴയിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗിച്ച് ജനപങ്കാളിത്തത്തോടെ മത്സ്യസഞ്ചാരി പദ്ധതി ടൂറിസവും മത്സ്യകൃഷിയും പഞ്ചായത്ത് സാധ്യമാക്കി. ഈ മത്സ്യസഞ്ചാരി പ്രോജക്റ്റ് ഞങ്ങൾക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത് 2023-24 സ്കീമിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ അതിന് നമ്മുടെ പേര് ആദ്യമായിട്ട് ഇതിൻ്റെ ശുപാർശ ചെയ്തത് നമ്മുടെ മൂടാടി പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ ശുപാർശ പ്രകാരം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോയി അവിടെ നിന്ന് പിന്നെ ജില്ലാ പഞ്ചായത്തുകളായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ 3 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപയാണ് ഇതിന് സഹായധനം കിട്ടുന്നത്. ജനസേവനപ്രദമായ നിരവധി പദ്ധതികളാണ് മൂടാടി ഗ്രാമപഞ്ചായത്ത് ഇക്കാലയളവിൽ നടപ്പാക്കിയത്. 1.5 കോടി രൂപ ചെലവിൽ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രവും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കണ്ടെയ്നർ MCF തുടങ്ങി വലിയ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. സാധാരണ മനുഷ്യരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ ഇടപെടലിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.